ഇന്നൊന്ന് ഗുരുവായൂർ പോകാൻ കേട്ടോ. എൻ്റെ അമ്മമ്മയ്ക്ക് 4 മക്കളാണ്. മൂത്ത ആളാണ് എൻ്റെ അമ്മ, പിന്നെ മാമൻ, പിന്നെ 2 മേമ്മമാർ. അതിൽ മൂത്ത മേമ്മയുടെ മോൾക്ക് ഒരു ഉണ്ണിവാവ ഉണ്ടായി. അതായത് ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ ഉണ്ണി, ഞങ്ങളുടെ സ്വന്തം ദിജക്കുട്ടി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ദിജക്കുട്ടിയുടെ ചോറൂണാണ്. ചോറൂണ് മാത്രമല്ല കേട്ടോ, അവൾ ജനിച്ച സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആള് വീതം തുലാഭാരം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൻ്റെ മുമ്പിൽ. അങ്ങനെ തുലാഭാരമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുകയാണ് കേട്ടോ എൻ്റെ കുട്ടി. പക്ഷേ ഇതാ ഞങ്ങൾ എനർജറ്റിക് ആയിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. സുന്ദരമായി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഞാനും അമ്മയും എങ്ങനെയോ കണ്ടുമുട്ടി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാണ് ഞങ്ങൾ അമ്പലത്തിൽ കയറിയത്. ഇവർ ഓൾറെഡി ചോറൂണിന് റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചോറ് കൊടുത്തു. ഞാൻ പായസമാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അവളത് ഹാപ്പി ആയിട്ട് കഴിച്ചിങ്ങനെ നൊട്ട് നുണഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മധുരപ്രിയാണെന്ന്. അങ്ങനെ അമ്പലത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞ് തുലാഭാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളിത് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാ എൻ്റെ സുന്ദരി മണിയുടെ കുഞ്ഞി മുഖവും കുഞ്ഞി കൈയും കുഞ്ഞി കാലമൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലുതാകുമ്പോൾ എനിക്ക് കാണിച്ചു കൊടുക്കാമല്ലോ, വല്യമ്മ അന്ന് എടുത്തു വെച്ചതാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്നെ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ വല്യമ്മേന്ന് വിളിക്കാൻ പോകുന്ന ഒരാളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവളുടെ വിളി കേൾക്കാനായിട്ട്. പിന്നെ എന്താ പറയുക, ഇതാ എൻ്റെ നന്ദുട്ടി, അവൾ എൻ്റെ ചെറുതല്ലേ, എൻ്റെ കൈ പിടിച്ച് നടന്നിരുന്നതല്ലേ. അപ്പോൾ അവൾ അമ്മയായിന്ന് എനിക്ക് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ അവരെല്ലാം പോയി. ഞാനും അമ്മയും എപ്പോൾ ഗുരുവായൂർ വന്നാലും കുറച്ചധികം നേരം അവിടെ ചിലവഴിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് നേൽപ്പത്ത് ഒരു പ്രോഗ്രാം കാണാൻ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ കണ്ട് ഞങ്ങൾ രണ്ടാളും 2 വഴിക്ക് പോവാണ്. ഞാൻ ചേട്ടൻ്റെ അവിടേക്കും അമ്മ തിച്ചൂർക്കും. അങ്ങനെ വരുന്ന വഴി കുറച്ച് സിൽവർ ജ്വല്ലറീസ് ഒക്കെ കണ്ടു കേട്ടോ ഞങ്ങൾ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 2 ഇയറിങ് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചു. എന്നിട്ട് ഇതാ വരുന്ന വഴിക്ക് കുറച്ച് അമ്മമ്മമാരിരുന്ന് കൈ നോക്കണം. അപ്പോൾ അമ്മയ്ക്ക് കൈ നോക്കാൻ പോയി. അങ്ങനെ കൈ നോക്കി നമ്മൾ അവിടുന്ന് പോന്നു.